പ്രധാനപ്പെട്ട വാർത്തയാണ്. മെക്സിക്കൻ സംസ്ഥാനമായ ഒക്സാക്കയിൽ ട്രെയിൻ പാളം തെറ്റി 13 മരണം. അപകടത്തിൽ 98 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നിസാണ്ട പട്ടണത്തിൽ സമീപം പാളം തെറ്റിയ ട്രെയിനിൽ 9 ജീവനക്കാരും 241 യാത്രക്കാരും ഉൾപ്പെടെ 250 പേരുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മെക്സിക്കോയിലാണ്, മെക്സിക്കോ സംസ്ഥാനമായ മെക്സിക്കൻ സ്റ്റേറ്റായ ഒക്സാക്കയിലാണ് ഇത്തരത്തിൽ ട്രെയിൻ പാളം തെറ്റി അപകടമുണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. അത് ആ പാളം തെറ്റി ആ ട്രെയിൻ ആകെ മറിഞ്ഞു. 98 പേർക്കാണ് അതിൽ പരിക്കേറ്റത്. 241 യാത്രക്കാരുണ്ടായിരുന്നതിൽ 98 പേർക്ക് പരിക്കേറ്റു. 9 ജീവനക്കാരും അതിനകത്ത് ഉണ്ടായിരുന്നു. 98 പേർക്ക് പരിക്കേറ്റതിൽ 5 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാകുന്നത്. നിസാണ്ട പട്ടണത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഈ പാളം തെറ്റിയത്. ഒക്സാക്കയാണ്, കൃത്യമായി പറഞ്ഞാൽ അത് ഒക്സാക്കയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജീവനക്കാരും 241 യാത്രക്കാരും 9 ജീവനക്കാരുണ്ടായിരുന്നത്. അങ്ങനെ 250 പേരുണ്ടായിരുന്നതിൽ 98 പേർക്കാണ് പരിക്കേറ്റത്. 98 പേർക്ക് പരിക്കേറ്റതിൽ 5 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതും കൂടിയാണ്. 13 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാകുന്നു. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനുള്ളിൽ എത്താൻ സാധിക്കും. മരണസംഖ്യ കൂടിയേക്കാമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. കാരണം 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. ആ ട്രെയിൻ മറിഞ്ഞത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ചിത്രങ്ങൾ കാണാം. അത് ട്രെയിൻ അങ്ങനെ ഒരു ഭാഗത്തേക്ക് അങ്ങ് പറഞ്ഞു. പാളം തെറ്റി എന്ന് പറയുമ്പോൾ പാളം തെറ്റി ഒരു ഭാഗത്തേക്ക് പോവുകയല്ല, ഒരു കുന്നിൻ ചരിവാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ കുന്നിൻ ചരിവിൻ്റെ ഒരു ഭൂഘടനയാണ് അത് ഉള്ളത്. അപ്പോൾ ആ പാളം തെറ്റിയതിനെ തുടർന്ന് ആ ട്രെയിൻ അങ്ങനെ അങ്ങോട്ട് മറിഞ്ഞിരിക്കുകയാണ്. ആ ഒരു മറിച്ചിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായതെന്നുള്ളത് മനസ്സിലാക്കുന്നു. 13 പേരാണ് ഈ ഒരു സംഭവത്തിൽ മരിച്ചത്. 98 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. 9 ജീവനക്കാരും 241 യാത്രക്കാരും ഉൾപ്പെടെ 250 പേരുണ്ടായിരുന്ന ട്രെയിനിനാണ് പാളം തെറ്റിയത്.